ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജശ്രീ വിനോദ്. അങ്ങനെ നമ്മുടെ കേട്ടിട്ടിൻ്റെ സൈക്കോളജി സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. കേട്ടിട്ട് റിലേറ്റഡ് ആയിട്ട് 2012 മുതൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ചോദ്യങ്ങളെ വിശകലനം ചെയ്യുകയാണ് എല്ലാ ദിവസവും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതെന്ന്. ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ഫെമിന ടീച്ചർ കുട്ടികളോടായി പറഞ്ഞു, നിങ്ങളൊരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ക്ലാസ് ലീഡർ പദവിയിലേക്ക് നിർദ്ദേശിക്കുക. ഓരോ ആഴ്ചയും ലീഡർ പദവിയിലുള്ളവരെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇതിന് ഉദാഹരണമാണ് ഡാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ലിംഗവിവേചനം, ടീച്ചർക്ക് കുട്ടികളോടുള്ള സ്നേഹം, ജനാധിപത്യത്തിന്റെ ലംഘനം, ലിംഗസമത്വം. നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ കാണാം. ഫെമിന ടീച്ചർ, the class teacher of 4th standard, told the students, select one female student and one male student to the class leader position. The leadership will be rotated on weekly basis. This is an example of ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും തിരഞ്ഞെടുക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റൊരാളെ തിരഞ്ഞെടുക്കാം എന്ന് പറയുകയാണ്. ഇത് എന്തിന് ഉദാഹരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ജെൻഡർ ബയാസ് ആണോ? ലവ് ഓഫ് ടീച്ചർ ടുവാർഡ്സ് ചിൽഡ്രൻ ആണോ? വയലേഷൻ ഓഫ് ഡെമോക്രസി ആണോ? ജെൻഡർ ഇക്വാളിറ്റി ആണോ? എന്തുത്തരം വരാം മക്കളെ? നമ്മളിവിടെ കണ്ടു ലിംഗവിവേചനം, ടീച്ചർക്ക് കുട്ടികളോടുള്ള സ്നേഹം, ജനാധിപത്യത്തിന്റെ ലംഘനം, ലിംഗസമത്വം. എന്താ? ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും തിരഞ്ഞെടുക്കുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റ് 2 ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ എന്തെന്ന് പറയാം? ലിംഗസമത്വം എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലെ? ജെൻഡർ ഇക്വാളിറ്റി അഥവാ ലിംഗസമത്വം. 2ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ എലമെന്ററി തലത്തിൽ പഠിതാക്കളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മൂല്യനിർണയ രീതി, ഇപ്പോഴത്തെ രീതി ഏതാണ്? കേരളത്തിലെ എലമെന്ററി തലത്തിൽ പഠിതാക്കളെ വിലയിരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂല്യനിർണയ സമീപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് അപ്രോച്ച് ടു ഇവാലുവേഷൻ ഫോളോവ്ഡ് ഇൻ കേരള അറ്റ് എലമെന്ററി ലെവൽ ടു ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സബ്മേറ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംരചനാ മൂല്യനിർണയം, ആത്യന്തിക മൂല്യനിർണയം, നിരന്തര മൂല്യനിർണയം, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയം. ഇപ്പൊ കേരളത്തിൽ ഏറെക്കുറെ വർഷങ്ങളായി തന്നെ ഏത് രീതിയാണ്? നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയ രീതിയാണ് അല്ലെ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. പഠിച്ചു വയ്ക്കണേ. ഇനി ജെറോമസ് ബ്രൂണറുടെ വാക്കുകൾ പ്രകാരം വൈജ്ഞാനിക വികാസത്തിന്റെ ഭാഗമായി കുട്ടികളിൽ ആശയരൂപീകരണം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ആരുടെ അഭിപ്രായത്തിലാണ്? ജെറോമസ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ. ഇതിലെ ആദ്യത്തെ 2 ഘട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തന ഘട്ടവും ബിംബന ഘട്ടവുമാണ് യഥാക്രമം. എങ്കിൽ 3ാമത്തെ ഘട്ടം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജെറോമസ് ബ്രൂണറുടെ വികസന ഘട്ടങ്ങളാണ് കേട്ടോ. ആസ് എ പാർട്ട് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രപ്പോസ്ഡ് ബൈ ജെറോമസ് ബ്രൂണർ, concept formation occurs on students at 3 stages. The first 2 stages are enactive stage and iconic stage. Which one is the 3rd stage? 3ാമത്തെ സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിംബോളിക് സ്റ്റേജ് ആണോ? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ? കൺവെൻഷണൽ സ്റ്റേജ് ആണോ? മൊറാലിറ്റി സ്റ്റേജ് ആണോ? ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ഇതാണ്. പ്രതിരൂപാത്മക ഘട്ടം അഥവാ സിംബോളിക് സ്റ്റേജ്. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആരുടേതാണ്? പിയാഷെയുടെയാണ്. പിയാഷെയുടെയാണ് ഇതുമായി ബന്ധമുള്ളത്. യാഥാസ്ഥിതിക ഘട്ടം ആരുടേതാണ്? മോറൽ ഡെവലപ്മെന്റ്. ഈ സദാചാര ഘട്ടവും ലോറൻസ് കോൾബർഗിൻ്റെതാണ്. കോൾബർഗിൻ്റെതാണ്. പിന്നെ ഏതാ ഘട്ടം ഉള്ളത്? പ്രതിരൂപാത്മക ഘട്ടം. അപ്പൊ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഈ ബ്രൂണറുടെ ഘട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങൾ. പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങളാണ് ജെറോമസ് ബ്രൂണറിൻ്റെതായിട്ടുള്ളത് എന്ന് പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകം അല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുടെ ക്രിയേറ്റിവിറ്റി അടിസ്ഥാന ഘടകം അല്ലാത്തത് ഏതെന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലുവൻസി, ഡൈവേർജന്റ് തിങ്കിങ്, ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. അപ്പൊ വാചാലതയുണ്ട്, വിവ്രജന ചിന്ത,
നല്ല കയ്യക്ഷരം, പ്രശ്ന പരിഹരണ ശേഷി. അപ്പൊ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ് ഫ്ലുവൻസി ആണെങ്കിലും ഡൈവർജന്റ് തിങ്കിങ് ആണെങ്കിലും പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് സർഗാത്മകത റിലേറ്റഡ് അല്ല. ഓക്കെ, അപ്പൊ എന്ത് വരാം ഉത്തരം? നല്ല കയ്യക്ഷരം അഥവാ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ആണ് സർഗാത്മകതയുടെ ഘടകം അല്ലാത്തതായി വരുന്നത് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, വാചാലത, ഒഴുക്ക്, ഒറിജിനാലിറ്റി, അത് നമ്മൾ പറയുമ്പോൾ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇതൊക്കെ നമ്മൾ പറയാം. ഡൈവർജന്റ് തിങ്കിങ്, ഇതൊക്കെ സ്പെഷ്യാലിറ്റികളിൽ പറയുന്നതാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കേണ്ടത് സ്പെഷ്യൽ സ്കൂളുകളിൽ മാത്രം കൊടുക്കുക, ജനറൽ സ്കൂളുകളിൽ സ്പെഷ്യൽ അധ്യാപകരെ ഉപയോഗിച്ച് കൊടുക്കുക, സ്പെഷ്യൽ സ്കൂളുകളിൽ ജനറൽ സ്കൂളിലെ അധ്യാപകരെ വെച്ച് ഉപയോഗിച്ച് കൊടുക്കുക, ജനറൽ സ്കൂളുകളിൽ മറ്റു കുട്ടികളോടൊപ്പം ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ച്. അപ്പൊ എന്താണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചാൽ എങ്ങനെയെന്ന് പറയാം? ജനറൽ സ്കൂളുകളിൽ മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ വരിക, മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന് ജനറൽ അധ്യാപകരും സ്പെഷ്യൽ അധ്യാപകരും കൂടി അധ്യാപകരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് സാധ്യമാക്കുക. പഠിച്ചു വെക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. ഇൻ ജനറൽ സ്കൂൾ അലോങ് വിത്ത് നോർമൽ ചിൽഡ്രൻ ബൈ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സ് എന്നുള്ളത് പഠിച്ചു വെക്കുക. വീരു എന്ന 6ാം ക്ലാസ്സുകാരൻ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും കെട്ടിടങ്ങളുടെ മാതൃക ഉണ്ടാക്കുന്നതിലും അതീവ പ്രാഗൽഭ്യം കാണിക്കുന്നു. എന്തിലൊക്കെയാണ്? ചിത്രങ്ങൾ വരയ്ക്കാൻ, കെട്ടിടങ്ങളുടെ മാതൃക തയ്യാറാക്കാൻ, ചിത്രങ്ങൾ വരയ്ക്കാൻ, കെട്ടിടങ്ങളുടെ മാതൃക തയ്യാറാക്കാൻ. ഹോവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയുടെ വിവിധ രീതികളിൽ അനുസരിച്ച് ഏതു തരം ബുദ്ധിയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് എന്നാണ്. പ്രകൃതിപര ബുദ്ധിയാണോ, ശാരീരിക ബുദ്ധിയാണോ, യുക്തിപര ഗണിതപര ബുദ്ധിയാണോ, ദൃശ്യസ്ഥലപര ബുദ്ധിയാണോ? ഇവിടെ നമുക്ക് ചിന്തിക്കാം പ്രകൃതിപര ബുദ്ധി വരാം, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗണിതപര ബുദ്ധി നമ്മൾ ഉപയോഗിക്കാം. പക്ഷെ അതല്ല, ഒരു മാതൃക നിർമ്മിക്കാൻ, എന്തിനെങ്കിലും മനസ്സിൽ കണ്ട് വരയ്ക്കാൻ, കൊളാഷുകൾ നിർമ്മിക്കാൻ, ചിത്രങ്ങൾ വരയ്ക്കാൻ, ചിത്രങ്ങൾക്ക് നിറം കൊടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് എന്ന് പഠിച്ചു വയ്ക്കണേ. വീരു, എ 6th standard student, shows extraordinary performance in drawing figures and making models of building based on Howard Gardner's multiple intelligences theory. Which type of intelligence is mentioned here എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണോ, ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണോ, ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണോ, വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണോ? ഏത് കാണാം? വിഷ്വൽ ഓർ സ്പേഷ്യൽ, ദൃശ്യസ്ഥലപര ബുദ്ധി. ഒരു കുട്ടിക്ക് പടം വരയ്ക്കാൻ, ചിത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ, കൊളാഷുകൾ നിർമ്മിക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത്, പ്രതിഭാധനരായ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? പ്രതിഭാധനരായ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതാണ്? അധ്യാപകർ നൽകുന്ന നോട്ടുകൾ തെറ്റുകൂടാതെ എഴുതിയെടുക്കുക, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുക, പാഠപുസ്തകത്തിലെ മലയാളം പദ്യത്തിന് നാടകീകരണം എന്ന സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, ക്ലാസ് ലീഡർ എന്ന നിലയ്ക്ക് കൃത്യങ്ങൾ നിർവഹിക്കുക. അപ്പൊ പ്രതിഭാധനർ എന്ന് പറഞ്ഞാൽ IQ 130 മുകളിലുള്ളവരാണ്. അവർ കുറച്ചുകൂടെ കാര്യങ്ങളെ എന്ത് ചെയ്യാം? സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നവരാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്? റൈറ്റ് നോട്ട്സ് ഗിവൺ ബൈ ടീച്ചർ വിതൗട്ട് എനി മിസ്റ്റേക്സ്. ഡു ദ ആക്ടിവിറ്റീസ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. Write a dramatization script of the Malayalam poem given in the textbook. Doing the duties as a class leader. ഇതിൽ എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത് മക്കളെ? ഒരു പോയത്തിന് എന്താണ് നാടകീകരണ കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. ഡ്രാമാറ്റൈസേഷൻ സ്ക്രിപ്റ്റ് എഴുതുക പ്രതിഭാധനരായ ഒരു കുട്ടിയെ സംബന്ധിച്ച് ചിന്തിച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് അല്ലെ? പഠിച്ചു വയ്ക്കുക. നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗമാണ് നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ്? തലാമസ് ആണോ, ഹൈപ്പോതലാമസ് ആണോ, സെറിബെല്ലം ആണോ, സെറിബൽ കോർട്ടെക്സ് ആണോ? നമ്മുടെ ചലനത്തെ, തലച്ചോറിന്റെ ഏത് ഭാഗമാണ് നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബെല്ലം, സെറിബ്രൽ കോർട്ടെക്സ്, ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് റീജിയൻ ഓഫ് അവർ ബ്രെയിൻ കൺട്രോൾസ് ദ മോട്ടോർ ഫംഗ്ഷൻ? തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബെല്ലം ആൻഡ് സെറിബ്രൽ കോർട്ടെക്സ്. ഏതാണ് നമ്മുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന? സെറിബ്രൽ കോർട്ടെക്സ് ആണ് എന്ന് പഠിച്ചു വെക്കുക. നാം യഥാർത്ഥത്തിൽ ഭാഷ പഠിക്കുകയല്ല.
ഓക്കെ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണെന്ന്. ഭാഷാ വ്യാകരണം മനസ്സിൽ വളരുക, ഓട്ടോമാറ്റിക്കലി ഭാഷ നിർമ്മിക്കപ്പെടുകയാണ്. അതാണ് സാർവലൗകിക ഭാഷാ വ്യാകരണം അഥവാ യൂണിവേഴ്സൽ ഗ്രാമർ. ഇത് പറഞ്ഞത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യങ് പിയാഷെ ആണോ, BF സ്കിന്നർ ആണോ, നോം ചോംസ്കി ആണോ, ജെറോമസ് ബ്രൂണർ ആണോ? റിയലി വി ആർ നോട്ട് സ്റ്റഡിയിങ് ലാംഗ്വേജസ്. Specific language elements and grammar are growing in the mind of child through universal grammar. Whose words are this? Universal grammar. ഒരു കുട്ടിയുടെ മനസ്സിൽ ഭാഷ നിർമ്മിക്കപ്പെടുകയാണ്, അല്ലെ ഗ്രാമർ വളരുക, വ്യാകരണം വളരുകയാണെന്ന് പറഞ്ഞത് ആരായിരിക്കാം? ഒബിയസ്ലി നോം ചോംസ്കി ആണ് എന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി സ്മാൻ പഠിക്കാൻ മിടുക്കനാണ്. ഗണിതത്തിലെ 4x10 എന്നതിന്റെ ഉത്തരം 40 ആണെന്ന് അവൻ പെട്ടെന്ന് പറയും. എന്നാൽ നോക്കിയേ, പ്രായോഗിക തലത്തിൽ ഒരു ബോൾ പെനയുടെ വില 10 രൂപയായാൽ അതുപോലെ 4 പേനയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം കാണാൻ സ്മാന് കഴിയുന്നില്ല. കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. സ്മാൻ ഈസ് എ ബ്രൈറ്റ് സ്റ്റുഡന്റ്. ഹി ക്യാൻ ഈസിലി ടെൽ ദ ആൻസർ ഫോർ 4 into 10 as 40. But he is unable to answer the question. The cost of 1 ball pen is 10. Then what is the total cost of 4 such pens? സ്മാൻ നമുക്ക് ആദ്യം മലയാളത്തിലെ കാണാം. സ്മാന് ഗുണനപ്പട്ടിക അറിയില്ല. ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന രീതി വിശകലന വിധേയമാക്കിയിട്ടില്ല. സ്മാനെ വീട്ടിൽ പഠനത്തിനാരും സഹായിക്കുന്നില്ല. സ്മാൻ വഴിക്കണക്കുകളെ ഭയക്കുന്നു. എന്തുത്തരം വരാം കുഞ്ഞുങ്ങളെ? ക്ലാസ്സിൽ പ്രായോഗികപരമായി ചെയ്യുന്നതിനുള്ള ഒരു വിശകലന രീതി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? സ്മാൻ does not know the multiplication table. The practical problem of this type are not analyzed properly in the classroom. Then nobody is there in the home to help Sman. Sman is afraid of words problems. പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാത്ത പ്രോബ്ലം കൊണ്ടാണ് കുട്ടി നേടാത്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും തന്നില്ല. ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം ഏകദേശം എന്തായിരിക്കാം എന്നാണ് പറഞ്ഞു പോയത്. കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നോം ചോംസ്കിയുടെ കഴിഞ്ഞാൽ ബാക്കി എല്ലാം തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ തരാനില്ല. അപ്പൊ എന്താണ് ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. കണ്ടന്റ് നോളജ് നമുക്ക് അതിനുവേണ്ടി അനിവാര്യമാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടറ്റ് എക്സാം വരേക്കും ഞങ്ങൾ ഓരോ അധ്യാപകരുടെയും മാരത്തോൺ സെഷൻ, റെക്കോർഡഡ് ആൻഡ് ലൈവ് മാരത്തോൺ സെഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഷോർട്സിലൂടെ ഏറെക്കുറെ കാര്യങ്ങൾ, ഡെയിലി ഉള്ള ഷോർട്സിലൂടെ ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാ ഷോർട്സ് ആയിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ LP UPക്ക് ലോങ് ടൈം ബാച്ചുകൾ എൻ്റെ നേതൃത്വത്തിലുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് തരുന്ന മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചാൽ മാത്രമേ 18 മാസം, വെറും 18 മാസം അപ്പുറമുള്ള LP UP നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. കേട്ടിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ലാസ്റ്റ് കേട്ടറ്റ് എക്സാം ആണ് എന്ന് മനസ്സിൽ തന്നെ പഠിച്ചുകൊണ്ട് തന്നെ ഈ കേട്ടറ്റ് എക്സാം നേടിയെടുക്കാനായി ശ്രമിക്കുക. എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ട്. നന്നായി തന്നെ പഠിക്കുക. ഓക്കെ ഡിയേഴ്സ്, മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.